ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 1-ാം തീയതിയാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 15ഓളം റിലീസുകളാണുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു മലയാള സിനിമയാണ്. പൊമ്പളൈ ഒരുമൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഭൂമി എന്ന സുത്തുത എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴി ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ സിനിമ നാടു എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമയാണ്. തെലുങ്ക്, മലയാളം, ഹിന്ദി ഈ 3 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്ത സിനിമ ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എയ്ലീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എയ്ലീൻ. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ജിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ആ ഒക്കാട്ടി അടക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ. അടുത്തത് O2 എന്ന പേരുള്ള ഒരു കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത് ഒരു ജപ്പാനീസ് മൂവിയായിരുന്നു ഗോഡ്സില -1 എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ റിലീസ് ചെയ്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് ഭാഷ കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകൾ 1, 2, 3, 4, 5, 6 സിനിമകളാണ് ഇപ്പോൾ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു സീരീസാണ്. ദ ബോയ്സ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ 4ാമത്തെ സീസണാണ്. ഒരു സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി, ആക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഈ 4ാമത്തെ സീസണാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ജൂൺ മാസം 13-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ബൂമർ അങ്കിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യോഗി ബാബു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ജൂൺ മാസം 7-ാം തീയതി ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക. തമിഴ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തത് ഒരു തെലുങ്ക് സീരീസാണ്. ഒരു തെലുങ്ക് ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. യക്ഷിണി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജൂൺ മാസം 14-ാം തീയതി ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. വേദിയൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളിലും മലയാളം അടക്കമുള്ള ഭാഷകളിലും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. തമിഴിലും തെലുങ്കിലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ്. പർവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പർവു ജൂൺ മാസം 14-ാം തീയതി സിനിമ C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. പർവു എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. അടുത്തത് നമ്മുടെ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയാണ്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. സോണി ലീവാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. സോണി ലീവിലെ ഈ സിനിമ ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ നിവിൻ പോളിയൊക്കെ പ്രധാന വേഷം കൈകാര്യം തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ. ഈ സിനിമയുടെയും OTT റൈറ്റ്സ് സോണി ലീവാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സോണി ലീവിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ ജൂലൈ മാസം പകുതിയോടെയോ ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം സോണി ലീവിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ. അടുത്തത് നമ്മുടെ ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത നടികർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ വലിയൊരു പരാജയം നേരിട്ട സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ ജൂൺ മാസം 6-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാനുള്ളൊരു അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതാണ്. അടുത്ത നമ്മുടെ മമ്മൂക്കയുടെ ടെർബോ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. റിലീസിന് മുമ്പേ തന്നെ ഈ സിനിമ OTT റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ജൂൺ മാസം അവസാനത്തോടുകൂടി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആമസോൺ പ്രൈമിലായതുകൊണ്ട് തന്നെ 28 ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ 28 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 42 ദിവസം ഈ ദിവസങ്ങളാണ്. 28 ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 42 ദിവസങ്ങൾക്ക് ശേഷം
അതിനുള്ളിലോ ആയിട്ട് പിന്നെ OTT റിലീസ് ചെയ്യുക, ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് ഈ സിനിമയുടെ ജൂൺ മാസം അവസാനം നമുക്ക് ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ഒരു സിനിമ കിടിലൻ സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.